ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ സ്ക്രാച്ച് എമ്മിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തേക്കടി KTDC പെരിയാർ ഹൗസിലാണുള്ളത്. ഇന്ന് ആരാണ് ഭാഗ്യം പരീക്ഷിക്കാൻ വരുന്നത് എന്നുള്ളതാണ് നോക്കാം. സുഹൃത്തുക്കളാണ്, ഒപ്പം കുറെ വർഷങ്ങളായിട്ട് പരിചയമായ രണ്ട് മുഖങ്ങളാണ്, വ്യക്തിത്വങ്ങളാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ രൂപൻ ആൻഡ് ശ്രീജ. നമസ്കാരം, എൻ്റെ പേര് ശ്രീജ. ഞാനൊരു ചെറിയ സംരംഭകയാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൺ സൂര്യ കോമഡി സ്ക്രാച്ച് ആൻഡ് വിൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. എൻ്റെ കൂടെ ഡോക്ടർ രൂപനും വന്നിട്ടുണ്ട്. ഞാനാണ് ശ്രീജ പറഞ്ഞ ഡോക്ടർ രൂപൻ. ഞാനൊരു ആക്ടറാണ്. ഞാനിവിടെ തേക്കടി തന്നെയാണ്. ഞാൻ ഡെൻറ്റിസ്റ്റാണ്. ഞാനിവിടെ കുമളി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. യെസ്, അപ്പോൾ ഡോക്ടറും സംരംഭകയും അല്ലേ ഒറ്റൊരുമിച്ച് നിൽക്കുകയാണ്. കുറേ വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണോ സൗഹൃദമുണ്ട്, സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. എങ്ങനെ ഈ ബിസിനസ്സും ഡോക്ടറും നമ്മൾ ഒരുമിച്ച് വന്നു? ഞങ്ങൾ സിനിമകളിൽ ഒരുമിച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ അടിപൊളി. ആഹാ, തമിഴ് പടത്തിൽ വെച്ചാൽ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകളാണ്. ഇവിടെ ഒന്നല്ല പിടുത്തം, തമിഴിലാണ് അല്ലേ? തമിഴിലാണ്. അപ്പൊ പറ്റിയ ആൾക്കാരാണ്, സ്ക്രാച്ച് എവന്റെ വേദിക്ക് പറ്റിയ ആൾക്കാരാണ്. കാരണം നമ്മളുടെ മത്സരമാണെന്നുണ്ടെങ്കിൽ 3 റൗണ്ടും പോകുന്നത് സിനിമയെ ബന്ധപ്പെട്ടാണ്. സിനിമ ഇതുവരെ ഇഷ്ടവിനോദവും അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ പ്രൊഫഷൻ കൂടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് ഭാഗ്യത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ മാക്സിമം നേടണം അല്ലേ? ശ്രമിക്കാം. എന്താ സംരംഭം, എന്താണ് ഞാൻ ആക്ച്വലി നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന് പറഞ്ഞ വീട്ടിൽ തന്നെ ചെറിയൊരു സംരംഭമാണ്. പക്ഷെ ആ കൂടെ തന്നെ ഒരു 100ഓളം സംരംഭകരെ കൂട്ടിയിട്ടുണ്ട്. അവർക്കും ട്രെയിനിങ് കൊടുത്ത് സപ്പോർട്ട്. ചെറിയ സംരംഭം, കോടികളുടെ പരിപാടിയാണ്, ചെറിയ പരിപാടി അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവരെയും കൂടെ ഒന്ന് കൂടെ കൂട്ടി അവർക്ക് വേണ്ടിയിട്ട് ഒരു കേരളത്തിലെ ആദ്യത്തെ ഹോംപ്രനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയാം, മല്ലു സ്മാർട്ട് എന്നുള്ള പേരിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. മല്ലു സ്മാർട്ട്, അതിന്റെ ഒരു വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ എങ്ങനെ? ഞാൻ കുമളി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 9 വർഷമായിട്ട് കുമളി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് സ്വന്തമായിട്ട് ഓൺ ക്ലിനിക്, സ്വന്തം ക്ലിനിക്കാ. വൈഫും ഡെന്റിസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും സൗകര്യം. വൈഫിന് അവിടെ ഇരുത്ത് നമുക്ക് ഷൂട്ട് കൊണ്ട് പോകാലോ അല്ലെ? ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്തെങ്കിലും സിനിമയെ ബന്ധപ്പെട്ട സ്ക്രാച്ച് ഇവന്റിന്റെ വേദിയിൽ കറക്റ്റ് 2 പേര് കൂടിയാണ് എത്തിയിരിക്കുന്നത്. അത് നമുക്ക് 3 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം സിനിമ നിങ്ങളെ സഹായിച്ചു, സിനിമ എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മൾ 3 റൗണ്ടിലൂടെ ആയിരിക്കും പോവുക. ആദ്യത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയം. ആൻഡ് സെക്കൻഡ് റൗണ്ട് ഫേസ് ടു ഫേസ് ആയിരിക്കും അത് മത്സരം. ഗസ് ദ മൂവി റൗണ്ട് ആണ്. അത് 1 മിനിറ്റ് ആയിരിക്കും. ആൻഡ് ഫൈനലി തേർഡ് റൗണ്ടും അതേ സമയമായിരിക്കും. പക്ഷെ അത് ഡ്രോയിങ്ങിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ കിട്ടുക. ഓക്കെ, അപ്പൊ 3 റൗണ്ട് മാക്സിമം നേടുക എന്നുള്ളതാണ്. ഭാഗ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ നിർഭാഗ്യങ്ങൾ കൂടി വരാം. റെഡി? ഓക്കെ. അപ്പൊ എന്തായാലും ആ ഭാഗ്യം എത്രത്തോളം അറിയാന്നുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് ആദ്യം സെലക്ട് ചെയ്ത് ഇടുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് എടുക്കണല്ലേ? അതെ. അപ്പൊ കോയിൻ ഇടുന്നോട്ടെ. നമുക്ക് ഉത്തരം ശരിയാവുമ്പോൾ മാത്രമേ അത് സ്ക്രാച്ച് ചെയ്യാൻ വഴിയുള്ളൂ. നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ പെട്ടി കിട്ടിയ എന്തെങ്കിലും പെട്ടിരിക്കുന്നുണ്ടോ, പക്ഷെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ തുറന്നാൽ തന്നെ എത്രത്തോളം ഭാഗ്യം ഉണ്ടെന്നുള്ളതും നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റും അല്ലെ? എപ്പോഴും നമ്മൾ പറയും കുറച്ചുകൂടി ബിസി ആയിട്ടുള്ള പ്രൊഫഷൻ രണ്ടും അല്ലെ? ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും ബിസിനസ് ആണെങ്കിൽ. ഈ സിനിമയുടെ കാര്യത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ പൊതുവെ ഡോക്ടേഴ്സ് സിനിമയിലോട്ട് വരുന്നത് വളരെ അപൂർവമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് കുറെ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ? ദൃശ്യത്തിലുണ്ട് ഒരു അതെ ലേഡി അഭിനയിച്ചിട്ടുണ്ട്, MBBS ആണല്ലേ? സോ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡോക്ടർ നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം, മലയാള സിനിമയിൽ ഒട്ടേറെ താരങ്ങളുണ്ട്. ആ താരങ്ങളിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള 5 താരങ്ങളുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റോണി. ഡോക്ടർ റോണി, റൈറ്റ് ആൻസർ. ഡോക്ടർ രാജീവ് പിള്ള. യെസ്. നായകന്മാർ മാത്രമല്ല, നായികമാർ കൂടിയുണ്ട്. റൈറ്റ് ആൻസർ. 2 കൂടി വേണം. പ്രേമത്തിലൂടെ വന്ന് അല്ലെ മലയാളം, തമിഴും സൗത്ത് ഇന്ത്യയും ലീഡ് ചെയ്ത വ്യക്തിത്വമാണ്. ഡോണ്ട് സ്റ്റാർട്ട് ചെയ്യണം. സോ 5 4 അജ്മൽ 3 റൈറ്റ് ആൻസർ. 1 more 2 1 ആൻസർ. പെട്ടെന്ന് വന്ന് നായികമാരിലോട്ടാണ് കുറെ കൂടി അല്ലെ ഫോക്കസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നിന്നുള്ളത് നമുക്ക് അല്ലെ നായികമാരിൽ പെട്ടെന്ന് വന്നില്ല. നമുക്ക് ഐശ്വര്യലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു, ഡോക്ടറായിരുന്നു. സായി പല്ലവി എന്നുള്ള രീതിയിലേക്ക് അല്ലെ പെട്ടെന്നൊന്ന് ആലോചിച്ചപ്പോൾ അതേപോലെ തന്നെ നായികമാരായിട്ട് ഉണ്ടായിരുന്നു. ശ്രാവൺ ഉണ്ടായിരുന്നു, ആള് ഡോക്ടറാണ്. ഇക്ബാൽ, ഡോക്ടേഴ്സിന്റെ നിരകൾ ഉണ്ടായിരുന്നു.
അപ്പോൾ ആദ്യത്തെ കാർഡ് ചെറുതായിട്ടൊന്ന് നമുക്കൊരു ഉത്തരത്തിൽ മിസ്സായിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് സമയം കൂടി ഉണ്ട്. നമുക്ക് ആലോചിച്ച് പെട്ടെന്ന് എടുക്കുക പറയാന്നുള്ളത് കൂടിയാണ്. നമുക്ക് ഉത്തരം നമുക്ക് അറിയാന്നുള്ളത് മാത്രമല്ല, പെട്ടെന്ന് വരണം കൂടി ഉണ്ട്. അപ്പൊ എന്ത് വേണം, നമുക്കത് സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല. തുടക്കമാണ്. ആ കാർഡിൽ ഭാഗ്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ കാർഡ് മാറ്റി ഞാൻ പുതിയ കാർഡ് തരാം. ഇല്ലെങ്കിൽ ആ കാർഡുമായി മുന്നോട്ട് പോകാം. എന്ത് വേണം? ഇരുന്നോട്ടെ. അല്ല, മാറ്റാന്നുള്ള പ്ലാൻ ആയിരുന്നു. ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ തീരുമാനം മാറ്റിയതാണ് അല്ലേ? ആ, സെറ്റാണ്. സോ ആ കാർഡുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. സോ ആ കാർഡുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, മലയാള സിനിമകളുടെ പേരുകൾ കേൾക്കാൻ അല്ലെ കുറച്ചുകൂടി രസമാണ്, ഭംഗിയാണ്. അതിൽ ഒരു വാക്കുണ്ടാവും, 2 വാക്കുണ്ടാവും. പക്ഷെ മലയാള സിനിമ പേരുകളിൽ അക്കങ്ങൾ, നമ്പറുകൾ വന്നിട്ടുള്ള സിനിമ പേരുകളാണ് നിങ്ങൾ പറയേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്പർ 20 മദ്രാസ് മെയിൽ. റൈറ്റ് ആൻസർ. ആലോചിച്ചോ? 2020. യെസ്, റൈറ്റ് ആൻസർ. 20-ാം നൂറ്റാണ്ട്. യെസ്. 3. 2 കൂടി വേണം. പകുതി സമയത്തിനുള്ളിൽ 3 വന്നു. പകുതി സമയത്ത് 2 ഉത്തരങ്ങൾ കൂടിയാണ് വരേണ്ടത്. 7000 കണ്ടി. യെസ്. ഒന്നുകൂടെ. കൗണ്ട്ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. തുടക്കത്തിൽ പറഞ്ഞ വഴിക്ക് എനിക്കൊന്നും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ് അല്ലെ? പക്ഷെ കിട്ടി അല്ലെ? ആലോചിച്ചാൽ ഇത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ആലോചിച്ചാൽ സംഭവം കിട്ടും. ആൻഡ് നിങ്ങൾക്ക് 2 അവസരങ്ങളിൽ രണ്ടാമത്തെ അവസരത്തിൽ സ്ക്രാച്ച് ചെയ്യാനുള്ള അല്ലെ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? ഉത്തരം ശരിയായിട്ടും കിട്ടാതെ പോകുന്നുള്ളത്? ഇല്ല. സോ സ്ക്രാച്ച് ചെയ്യും. പെട്ടെന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കിട്ടുന്നത് നേട്ടമാണ്, നഷ്ടമല്ല. പക്ഷെ 150 3 അക്കത്തിലൂടെയാണ് തുടങ്ങിയത്. ആൻഡ് നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ അക്കങ്ങൾ മാത്രമല്ല അക്ഷരങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ വരുന്ന ഓൾ ഗോൺ ആണെങ്കിൽ നമ്മുടെ കയ്യിലെ എമൗണ്ട് എല്ലാം പോകും. ഇപ്പൊ കിട്ടാനും കുഴപ്പമില്ലായിരുന്നു, കയ്യിൽ പോകാനൊന്നുമില്ലായിരുന്നു. ഹാഫ് ഗോൺ ഉണ്ട്, പകുതി പോകും. അതേപോലെ തന്നെ ഡബിൾ അപ്പ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇരട്ടിയാവും. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് കിട്ടാണ് നല്ലത്, പെട്ടെന്ന് കിട്ടണ്ട. കാരണം ഉള്ള എമൗണ്ട് ഇരട്ടിയാക്കാൻ നല്ലത് കുറച്ചുകൂടെ കഴിഞ്ഞ് മാക്സിമം നേടാൻ പറ്റിയിട്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ 150 തുടങ്ങുന്നു അല്ലെ? ബാക്കി ഇതുപോലെ കൂടുതലായിട്ട് വരട്ടെ. അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ട് ആൻഡ് 2 അവസരങ്ങളിൽ 1 ശരിയായത്. പക്ഷെ ആ ഉത്തരത്തിൽ അവർക്ക് സ്ക്രാച്ച് ചെയ്തപ്പോൾ 150 ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇനി ഏറ്റവും ആവശ്യത്തിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകണം. പുതിയ കാർഡ് തരണം. ഫസ്റ്റ് റൗണ്ടില് 150 എന്നായിട്ട് അല്ലെ 3 അക്കത്തിൽ നിൽക്കുകയാണ്. ഇത് 4 അക്കം 5 അക്കം ആയിട്ട് ഇങ്ങനെ കൂടി പോട്ടെ. അപ്പൊ രണ്ടുപേരും സിനിമയെ ഒരേപോലെ സ്വപ്നം കാണുന്ന ആളുകളാണ്. 2 പേർക്കും സിനിമ തന്നെയാണ് ഭാഗ്യവും ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കൊണ്ടുവരാൻ പോകുന്നത്. നോർമലി ശരിക്കും നമ്മൾ സിനിമ ഇഷ്ടപ്പെടുമ്പോൾ പല മേഖലയായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ആക്ടിങ്ങിലോട്ടാണ് 2 പേർക്കും കുറെ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പ് സ്വയം റിയലൈസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും വേറെ ഓൺ സ്റ്റേജ് പെർഫോമൻസ് കൊണ്ടോ ടാലന്റ് കൊണ്ടോ അങ്ങനെ എന്താ സ്വയം റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്തായിരുന്നു ചെയ്യാറുള്ളത് 2 പേരും? ഞാൻ ചെറുതായിട്ടൊക്കെ മിമിക്രി ചെയ്യാറുണ്ട്. ഓക്കെ. പക്ഷെ ഒരു അല്ലെ അനുകരണക്കലയുടെ പാട്ട് പാടാറുണ്ട്, മിമിക്രി ചെയ്യാറുണ്ട്, അനുകരിക്കാറുണ്ട്. ഡസ്മാഷ് അങ്ങനെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും ഉണ്ട്. അപ്പൊ കോവിഡ് കാലത്ത് മൊത്തം ടിക്ടോക്കിലും ആയിരുന്നു ചുരുക്കം. ഓക്കെ, എങ്ങനെ കുറെ കൂടി? എനിക്ക് കവിതകളോടാണ് കൂടുതൽ താല്പര്യം. എഴുതും, ചൊല്ലും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ ചുമ്മാ അങ്ങനെ വന്നതല്ല, ആഗ്രഹിച്ചതല്ല സിനിമ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 1-2 ആർട്ടിസ്റ്റുകൾ എടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ആ സന്തോഷത്തോടെ തന്നെ നമുക്ക് പൊളിറ്റിക്സിൽ എടുക്കാം. പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ആരായിരിക്കും ആദ്യം? ഉമ്മൻചാണ്ടി സാർ. ഓ, അടിപൊളി. ഗവൺമെൻറ് ഞാൻ എന്നും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. എനിക്ക് യാതൊന്നിനെയും ഭയമോ ഒന്നുമില്ല. ഞാൻ എന്നും സത്യസന്ധതയോടാണ് ജീവിച്ചിരിക്കുന്നത്. എന്നാ അത് സൗണ്ട് മാത്രമല്ല, ഫേസ് വരെ നമ്മൾ ആ ബോഡി ലാംഗ്വേജ് കൃത്യമായിട്ട് വന്നു എന്നുള്ളതാണ്. കിടിലൻ ആർട്ടിസ്റ്റ് കയ്യിലുണ്ട് കേട്ടോ. കാരണം ഒന്നും ആലോചിക്കുക പോലും ഒന്നുമില്ല, സ്പോട്ടിലായിരുന്നു സൗണ്ട് വന്നത്. സൂപ്പർ. അടുത്ത പിണറായി വിജയൻ സാർ. 2 പക്ഷം പിടിച്ചു അല്ലേ? അത് എനിക്ക് എന്താണ് ഇനി ചോദ്യമില്ല. മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ പേടിക്കേണ്ടതുണ്ട്. എനിക്ക് ഇത് സർക്കാരുമായിട്ട് വിരട്ടലോ വിലപേശലൊന്നും ഈ പാർട്ടിയോട് വേണ്ട. ഒന്നേ പറയാനുള്ളൂ, ഇത് നിർത്തിക്കോ.
ഞാൻ വിചാരിച്ചു അവസാനം എന്നോട് കടക്ക് പുറത്തെന്ന് പറയുന്നു. ഞാനും ആ ഒരു പ്രതീക്ഷ നിൽക്കും. പോയി അവസാനം എത്തുന്നു വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇനി അല്ലെ ഗംഭീരായിട്ടുള്ള അനുകരണക്കല കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഉത്തരം പറയുന്ന കലയാണ്. റെഡി? അപ്പോ ഇതുവരെ അവിടെ ഒരുമിച്ച് നിന്ന് നിങ്ങൾ കുറച്ച് നേരത്തേക്ക് ഞാൻ പിരിക്കട്ടെ. ഓക്കെ, സോ നിങ്ങളിൽ ഒരാൾ ഇവിടെ വരണം ആൻഡ് നിങ്ങൾ തമ്മിലായിരിക്കും ഫേസ് ടു ഫേസ് നിങ്ങൾക്കുള്ള ഉത്തരത്തിലേക്കുള്ള ക്ലൂ തരിക. ഓക്കെ, അത് മൂവി ഡയലോഗിലൂടെ ആയിരിക്കും. റെഡി? സോ അപ്പൊ ഞാൻ അതിന് മുമ്പായി നിങ്ങൾക്കുള്ള ഭാഗ്യത്തിന്റെ കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ആരാ ആദ്യം വരാൻ പോകുന്നത്? ഞാൻ വരാം. അപ്പൊ ഞാൻ ഇനി ഇവിടെ ഒരു മൂവി ഡയലോഗ് കൊടുക്കും. ആ ഡയലോഗ് സമയം അനുവദിക്കുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഓക്കെ, അപ്പൊ ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഏത് മൂവിയിലെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം, ഉത്തരം പറയാം. റെഡി? സോ ഉത്തരങ്ങൾ മാറിപ്പോവാം, പറയാം, തെറ്റിപ്പോവാന്ന് പ്രശ്നമില്ല. പക്ഷെ സമയത്തിനുള്ളിൽ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റെഡി? അപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ? സമയം തരട്ടെ? റെഡിയാണ്? സോ വായിച്ച് കേൾപ്പിക്കുമ്പോൾ തന്നെ ആലോചിക്കാം. ഇനി എന്തെങ്കിലും നേരത്തെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിന്റെ വോയിസിലൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, സോ റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓ, അപ്പോൾ മന്ത്രിയാണെങ്കിൽ ആവാം നിയമലംഘനം, വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾസ്. മന്ത്രിമാർക്കാവാമെങ്കിൽ ആ പോയില്ലേ, അതുപോലെ സകലർക്കുമാവാം, സകല സേവകർക്കുമാവാം, സേവകന്മാർക്കുമാവാം, സകല അവളുമാർക്കുമാവാം, അധികാരത്തിന്റെ മുകളിൽ ആവാം, സേവിങ് ആർക്കുമാവാം. സിൻസ് ദ ലോ ഈസ് ഓൾവേസ് എബോവ് ദ ലോ. അല്ലേ മാഡം? സുരേഷ് ഗോപിയുടെ അല്ല, പക്ഷെ ആ മൂഡ് പടമാണ്. യു പ്ലീസ് ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഇല്ലെങ്കിൽ പോയി പിടിക്കവരെ. ഗോ ആൻഡ് അറസ്റ്റ് ഹിയർ. പോവില്ല മാഡം. നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കി തന്ന നിയമം അല്ലേ? പിന്നെ താഴെയുള്ളവന്റെയൊക്കെ നെഞ്ചത്ത് കയറാൻ 100 കൂട്ടം നിയമങ്ങൾ വേറെ. സിഗരറ്റ് വലിക്കരുത്, കള്ള് കുടിക്കരുത്, സൈക്കിളിൽ ഡബിൾസ് സഞ്ചരിക്കരുത്, സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ സർക്കാരിനോട് ചോദിക്കാൻ ഗർഭം ഉത്പാദിപ്പിക്കരുത് അല്ലേ? ഇതിനെയൊക്കെ കാർക്കിച്ച് തുപ്പും സക്കീർ ഹുസൈൻ. ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് മെയിൻ പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റിലോട്ട് വരണ്ട. സക്കീർ ഹുസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രജയല്ലാതെ മറ്റെന്താണ് വരിക? റൈറ്റ് ആൻസർ. എത്ര പേരുകൾ? ഏകദേശം ഒരു 54ഓളം പേരുകൾ അതിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാണ് അല്ലെ? എല്ലാം ക്ലിക്കാണ്, ലാഹിൽ വെക്കേഷൻ ആണെങ്കിലും ഒക്കെ. സോ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് സ്ക്രാച്ച് ചെയ്യാലോ അല്ലെ? ഉത്തരവും ശരിയായി. കിട്ടിയ എമൗണ്ട് നേരെ ഇരട്ടിയായി. സോ 150 ആയിരുന്നു, 300 കിട്ടി. സോ 450 ആണ് ടോട്ടലി. ഓക്കെ, നമുക്ക് 3 കിടന്ന് കളിച്ചാൽ മതിയോ? അങ്ങോട്ട് പോണ്ടേ? 4-5 വേണ്ടേ? യെസ്, അങ്ങനെ വരട്ടെ. ഞാൻ അടുത്ത അവസരങ്ങളിൽ അത് സംഭവിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കാർഡ് വേണ്ടേ? അടുത്ത ചോദ്യത്തിലോട്ടും പോകണം. യെസ്, അപ്പൊ കാർഡ് അവിടെ വെച്ചോളൂ. പിന്നെ എന്ത് വേണം? വരണം. അവിടെ നിന്നോളൂ, ഡോക്ടറിന് പോലെ. സോ ഡോക്ടറിനുള്ള സമയം ഇവിടെ തുടങ്ങുകയാണ്. സോ സമയത്തിനുള്ളിൽ മാക്സിമം ക്യാച്ച് ചെയ്ത് പറയാം. നേരത്തെ പോലെ കുറെ കൂടി ഇമിറ്റേറ്റിംഗ് ഇവിടെ നടക്കും. റെഡി? സോ റെഡി, സെറ്റ്, ഗോ. ഹാവു ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയസ് ജാക്സൺ എലിയസ് വിക്രം എലിയസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രയ്ക്ക് പോപ്പുലർ എന്നെ കണ്ട് മനസ്സിലായി. സലീം കുമാറിന്റെ ഡയലോഗ്. പേരാണ് നമുക്ക് വേണ്ടത്. പേരാണ് നമുക്ക് വേണ്ടത്. ഹാവു ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈക്കിൾ എലിയസ് ജാക്സൺ എലിയസ് വിക്രം എൽസിയസ്. ഇത്രയ്ക്ക് പോപ്പുലർ എന്നെ കണ്ട് മനസ്സിലായി. ജാരത്തിന്റെ ചതിക്കാത്ത ചന്തു. ഇത് അതുവരെ കിട്ടിയില്ലെങ്കിൽ ഇതോടെ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചത്. ഇത്ര ഗംഭീരമായിട്ട് ഡയലോഗ് ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ട എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോ ബാക്ക് ടു ബാക്ക് അല്ലെ? നമുക്ക് ഉത്തരങ്ങൾ ശരിയാവാണ്. സ്ക്രാച്ച് ചെയ്യാനുള്ള അവസരമാണ്. കേറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അല്ലെ എപ്പോഴും നിന്നുള്ള രീതിയിലേക്ക് കിട്ടുമ്പോൾ അതിന്റെ ഇരട്ടി 3 അക്കത്തിലേക്കായിരുന്നു. ഫൈനലി നിന്നിരിക്കുന്നത്
2750 അല്ലെ 2750 രൂപയായിട്ട് നിൽക്കുകയാണ്. ടോട്ടലി 3200 അല്ലെ കിട്ടിയിരിക്കുകയാണ്. ഒറ്റയടിക്ക് നമ്മൾ 4 പ്രതീക്ഷയുള്ളൂ. ആ 4 വേണമെങ്കിൽ 1000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഒറ്റയടിക്ക് നിന്ന് കയറി 2750 കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, നേട്ടങ്ങൾ കിട്ടുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സന്തോഷം കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. ആ കോൺഫിഡൻസ് നമുക്ക് അല്ലെ അടുത്ത റൗണ്ടിലോട്ട് കൂടി ഉണ്ടാവണം. അങ്ങനെ 3rd റൗണ്ടിലോട്ട് നമ്മൾ പോവാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ കാർഡ് കിട്ടാൻ കുറച്ചുകൂടി ഇമ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? യെസ്. സോ കാർഡ് അവിടെ വെച്ചോളൂ. ഇനി ആരാണ് ആദ്യം വരാൻ പോകുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ച് നടത്തുന്ന പരിപാടിയില്ല. റെഡി? സോ നേരത്തെ രണ്ടാമതാ വന്നേ, ഇപ്രാവശ്യം ആദ്യം ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ ഞാനൊരു മൂവി നെയിം കൊടുക്കും, ആ പേര് മനസ്സിൽ വെക്കും, എന്നിട്ട് ബോർഡിൽ വരയ്ക്കും. അപ്പൊ അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും പാടില്ല. ആ സിനിമയിലേക്ക് ആ സിനിമ പറയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരയിലൂടെ ക്ലൂ തരും. അത് ഡെവലപ്പ് ചെയ്തിട്ട് ഏതാണ് ഉത്തരം പറയണം. 1 മിനിറ്റ് ആയിരിക്കും സമയം. ഇതാണ് മൂവി നെയിം. ഓക്കെ, മനസ്സിൽ വെച്ചോളൂ. ഇനി കാർഡിന്റെ ആവശ്യമില്ല. ഇത് 2 കയ്യിൽ വെച്ചോളൂ. സമയം തരുമ്പോൾ മാത്രം വരച്ചു തുടങ്ങിയാൽ മതി. അതാണോ അല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് വേറെ ഒന്നും. റെഡി? സമയം തന്നില്ല, ഒന്ന് മാറ്റോളൂ. സോ ഡോക്ടർ ഓക്കെ ആണ്, ഇവിടെ ഓക്കെ ആണല്ലോ അല്ലെ? സോ യുവർ മാർക്സ് റെഡി സെറ്റ് ഗോ. ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അലാവുദ്ദീന്റെ വിളക്ക് പിടുത്തുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് ചീട്ടിന്റെ സിമ്പിളൊക്കെ അങ്ങനെയാണല്ലേ? ഓക്കെ, ഡയമണ്ട് ഡയമണ്ട് അല്ലേ? ചീട്ടുകൾ ഉണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. ഓക്കെ, അത് മാറ്റി ഉദ്ദേശിച്ചല്ല പറയണേ. എന്നിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തെങ്കിലും കണ്ടൊരു ഐഡിയ തോന്നാൻ വരുന്നു. അപ്പൊ അതനുസരിച്ച് വരയ്ക്കുന്ന ആൾക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വാലൊക്കെ വാലങ്ങോട്ട് പോയി നീണ്ടു പോവാണ്. ബോർഡിൽ സ്ഥലമില്ലാത്തോണ്ട് എവിടെ വന്നു ആണോ? നീണ്ടു പോകണ്ട അങ്ങനെയാണോ? ഓക്കെ, പട്ടം പോലെ കഴിഞ്ഞോ? പട്ടം പോലെ റൈറ്റ് ആൻസർ. ഇത് വാല് നീണ്ടു പോയോണ്ടാണ് പട്ടം കിട്ടിയത്. ആ മനുഷ്യ ഇത്രയും ഭംഗിയായിട്ട് സ്ക്വയർ ഒക്കെ വരച്ച്. ഇതെന്തായിരുന്നു? മറ്റൊരു മിനുക്കാടിയും പിള്ളേർക്ക്. ഓക്കെ, പെർഫെക്ഷൻ ആണ് മെയിൻ അല്ലേ? നോർമൽ നിന്നുള്ള ഇതിലേക്ക് പട്ടത്തിന്റെ ഇങ്ങനെയാണോ നൂല് പോവാ? സാധാരണ നൂല് പോകുമ്പോ സാധാരണ വരയ്ക്കുമ്പോ കത്തിക്കണം ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് പിടിക്കുന്ന പരിപാടി എന്താ? ഇങ്ങനെ തോന്നുന്നു. ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടോ അതിന് വേണ്ടി ബാലൻസിന് വേണ്ടി? അപ്പൊ ഇങ്ങനെയാണ് പോവാ, സൈഡിലോട്ടാണ് പോവാ, താഴോട്ടല്ല. എന്തായാലും ഉത്തരം ശരിയാണ്, റൈറ്റ് ആൻസർ. യെസ്. സോ അതവിടെ വെച്ചോളൂ. പട്ടും കുറച്ച് നേരത്തേക്ക് മാറ്റോളൂ, പറന്നു പോകണ്ട. നമുക്ക് കാർഡ് സ്പ്രേ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഓക്കെ. 4 3 4 എത്തിയിരുന്നു. ഈ 4 നിന്ന് 5 പോവോ എന്നുള്ളത് നമുക്ക് നോക്കാം. 4 നിന്ന് 5 ആയില്ല, 5 ആയത്. സോ 3200 ആയിരുന്നു, 3205 മാറിയിട്ടുണ്ട്. നമുക്ക് 5 തുടക്കം തൊട്ടുണ്ട്, അവസാനമായിട്ട് 5 കിടക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊരു കയറ്റം ഉണ്ടാകുമ്പോൾ ഇറക്കൊക്കെ ഉണ്ടാവും. അടുത്ത കയറ്റം പിടിക്കുന്നത് ഇവിടെയാണ് അല്ലെ? വരയിലൂടെ തിരിച്ചു പിടിക്കണം. റെഡി? അപ്പൊ ഞാൻ അടുത്ത കാർഡ് തരട്ടെ. ഓക്കെ, ഒന്ന് പോരെ? ഇനി അതവിടെ വെച്ചു. ഡോക്ടർ അവിടെ നിന്നു, ഇങ്ങോട്ട് പോരെ. ഓക്കെ, ഈസി അല്ലേ? മൈൻഡ് ഒക്കെ ഭയങ്കര ഫ്രീ ആയിട്ടുണ്ട്. സോ ഷോക്ക് ടെസ്റ്റ് പിടിച്ചോളൂ, ഞാൻ അപ്പുറത്തുണ്ടാവും. പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ച് വര തുടങ്ങാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അങ്ങേറ്റ കോൺഫിഡൻസിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മവിശ്വാസം ഉത്തരമായിട്ട് മാറട്ടെ. കാണുമ്പോ എന്തെങ്കിലും തോന്നുന്നത് പറയാട്ടോ. അപ്പൊ അത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, തോന്നുന്നുണ്ട്. വേണമെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്തിട്ട് ആലോചിച്ച് നോക്കാം. ഗുരുവായൂർ അമ്പലം നടയിൽ. അങ്ങനെ ഉള്ളില് ഇത് കണ്ടപ്പോ ഇങ്ങനെ ഗുരുവായൂർ വന്ന് പെട്ടെന്ന് ഇല്ല, കണ്ണൻ ഫിക്സ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പടേ ഉള്ളൂ. റൈറ്റ് ആൻസർ.
ഞാൻ ഉള്ളിൽ വരെ കൂളായിട്ട് പറയുന്നുണ്ട്. കണ്ണൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. കാരണം പ്രതിഷ്ഠകൾ വേറെ ഉണ്ടാവുമല്ലോ അമ്പലങ്ങളിൽ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കണ്ണന്റെയാണ്. അപ്പൊ പെട്ടെന്ന് കറക്റ്റ് കണ്ണനായി കണക്ട് ചെയ്തു. റൈറ്റ് ആൻസർ ഒരു ടെൻഷനും ഇല്ലാതെ അറിഞ്ഞിട്ടുണ്ട്. സോ മാച്ചോളൂ, എന്നിട്ട് ഇവിടെ വന്ന് നിന്നോളൂ, നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ലാസ്റ്റ് കാർഡാണ്. നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇതിലാണ് നേടാൻ പറ്റുക. സ്ക്രാച്ച്. കണ്ണം തുണയ്ക്കില്ലോ. ആയിരത്തി 1750 ഇതിലേക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി നിന്ന് 3205 ആയിട്ട് നിൽക്കുന്നതാണ് അല്ലെ. ഒറ്റയടിക്ക് 1250 കയറിയിട്ടുണ്ട്. അപ്പോൾ 4955 ആയിട്ടാണ് വരിക. അടുത്തൊരു 5000 അടുത്ത് കിട്ടിയെന്നുള്ളത് തന്നെയാണ്. സോ രണ്ടും കിട്ടിയത് നല്ല കിടൽ എമൗണ്ട് ആയിട്ടാണ്. അപ്പൊ 5ന്റെ ക്ഷീണം ഓൾറെഡി ഇവിടെ തീർന്നിട്ടുണ്ട്. നോർമലി ഏകദേശം റൗണ്ടിലൊക്കെയാണ് നമുക്ക് എമൗണ്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ 1000-1500 എന്നുള്ള രീതിക്കൊക്കെ. ഇത് 10 കൂട്ടി 5 കുറച്ചു 10 കൂട്ടി ഞാൻ ഏതാണ്ട് മാത്സ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീൽ ആയിരുന്നിരിക്കും. പറഞ്ഞിരിക്കുന്നത് തെറ്റിപ്പോകുന്ന ഡൗട്ട് തോന്നി. പക്ഷെ 4955 അല്ലെ എമൗണ്ട് നേടിയിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ക്യാഷ് പ്രൈസ് മാത്രമല്ല സൺസൂര്യ കോമഡിയുടെ കുറച്ച് കിടിലൻ ഗിഫ്റ്റ്സ് കൊടുത്തരാം. യെസ്, അപ്പോൾ സമ്മാനങ്ങൾക്ക് ഒരു സൈഡിൽ ഇവിടെ റെഡിയാണ്. ക്യാഷ് പ്രൈസ് വാങ്ങിയത് ഒരു സൈഡിൽ അവിടെ നേടിയിട്ടുണ്ട് അല്ലേ. പക്ഷെ അത് ഗിഫ്റ്റ് തരുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം? ഒരു കവിത ഗംഭീരമായിട്ട് എഴുതുന്ന പാടുന്ന ആളുണ്ടാകുമ്പോൾ നമുക്ക് പാടിയതിന് ശേഷം കൊടുത്താലോ അല്ലേ? ഗംഭീരമായിട്ടൊന്നും ചൊല്ലൂല, എങ്കിലും എഴുതിയ വരികൾ തന്നെ ഒരു 4 വരി ചൊല്ലാം. മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പൊ അതിനെ ബേസ് ചെയ്ത്. ഓർമ്മകൾ പൊഴിയുന്നു ജലകണമായി വീണ്ടുമെൻ ജാലകവാതിലോരം, ഒരു കുടക്കീഴിലെ സംഗീതമായി ഒഴുകിയ താളങ്ങൾ കേൾക്കുന്നിതാ. ഓർമ്മകൾ പൊഴിയുന്നു ജലകണമായി വീണ്ടുമെൻ ജാലകവാതിലോരം, ഒരു കുടക്കീഴിലെ സംഗീതമായി ഒഴുകിയ താളങ്ങൾ കേൾക്കുന്നിതാ. ഒരുപാടു ദൂരെയാണെങ്കിലും ഇന്നെൻ്റെ കരളിൽ വസിക്കുന്ന കൂട്ടുകാരാ. ഒരുപാടു ദൂരെയാണെങ്കിലും ഇന്നെൻ്റെ കരളിൽ വസിക്കുന്ന കൂട്ടുകാരാ. അകതാരിൽ ഞാൻ മീട്ടും രാഗങ്ങളൊക്കെയും ഗാനങ്ങളാക്കിയതെങ്ങിനെ നീ, ഗാനങ്ങളാക്കിയതെങ്ങിനെ നീ. ഓർമ്മകൾ പൊഴിയുന്നു ജലകണമായി വീണ്ടുമെൻ ജാലകവാതിലോരം. താങ്ക് യു. ഈ എഴുത്ത് ഇത് എവിടെയെങ്കിലും നിന്ന് പ്രസിദ്ധീകരിക്കുക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഐ മീൻ എഴുതുന്ന എന്ത് ചെയ്താറ്? ഞാൻ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്, കവിതകളുടെ ഒരു പുസ്തകം, സ്പത്തോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ. അത് പഠിക്കുന്ന കാലത്ത് ചെയ്തതാണ്, പഠിപ്പിക്കുന്ന കാലത്ത് ചെയ്തതാണ്. പിന്നീട് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കൂടെ കവിത ഞങ്ങളൊരു 100ഓളം കവികളുടെ ഒരു ഒറ്റ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി എഴുതണം, ഇനിയും പാടണം അല്ലെ, ഇനിയും നേടണം. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഗിഫ്റ്റ്സ് തരട്ടെ. 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി, ആലുവ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇതൊരു സാധാരണ അച്ചാറല്ല, കൂട്ടുകറികളൊന്നും തന്നെ ഇല്ലെങ്കിലും സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഞാനൂസ് ബാബീസിൻ്റെ ഒരു സ്പെഷ്യൽ അച്ചാർ കൂടിയാണ്. ആൻഡ് ഹെയർ ലോക്ക് ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് നമുക്ക് റെഡി ടു കുക്ക് ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങളുടെ പാചകത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന നോസ്റ്റു കറീസിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. റെപ്കോ ഹോം ഫിനാൻസ് ലിമിറ്റഡ് നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. കുഞ്ഞുങ്ങളുടെ സുരക്ഷയും സുഖവും മുൻനിർത്തി കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന ബേബിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പോൾ പാട്ടും ചോദ്യങ്ങളും ഉത്തരങ്ങളും നേട്ടങ്ങളും എല്ലാം കൊണ്ട് ഗംഭീരമായിരുന്നു. ഞാൻ കവിതയിലൂടെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇതുപോലെ ഇനിയും ഈ സൗഹൃദം തുടരട്ടെ, ഭംഗിയുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരട്ടെ. അപ്പോൾ പുതിയ മത്സരാർത്ഥികളായിട്ട് പുതിയ വേദിയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും